ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതി ശരിക്കും സമൂഹത്തിലെ ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രളയം, മണ്ണിടിച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവ് എനർജി തന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ രേണുസുതി. ഈ ഓരോ ദിവസവും തുറക്കുമ്പോഴും രേണുസുതിയെ കുറിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അത് രേണുസുതി തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്, ആരും ഉണ്ടാക്കുന്നതല്ല. ഡെയിലി രേണുസുതിക്കൊന്ന് കത്തി നിൽക്കണം. സോഷ്യൽ മീഡിയ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് കത്തി നിൽക്കാൻ വേണ്ടി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കും രേണുസുതി. അതും പിടിച്ച് ബാക്കി എല്ലാവരും നിൽക്കും. അതും നല്ല തീപ്പൊരിയല്ല. നന്നായി നിങ്ങൾ ജീവിച്ചു പോയിക്കോളൂ. ഞാൻ എത്രയോ വട്ടം നിങ്ങളെ പിന്താങ്ങിക്കൊണ്ട് വീഡിയോ ഇട്ട ആളാണ് ഞാൻ. നിങ്ങൾ നന്നായി ജീവിച്ചു പോകും. മറ്റുള്ളവരെ കുറ്റം പറയാതെ, മറ്റുള്ളവരെ തെറി വിളിക്കാതെ, മറ്റുള്ളവരെ ഈ പൊട്ട രീതിയിൽ വർത്തമാനം പറയാതെ, നല്ല നല്ല പുരോഹിതന്മാരെയും നല്ല നല്ല സമൂഹത്തിൽ നന്നായി ജീവിക്കുന്ന ആൾക്കാരെയും ഒക്കെയാണ് ഇവരിൽ നിന്ന് തെറി പറയുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ ഫിറോസുമായിട്ടുള്ള ബന്ധം. ഞങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു ബന്ധം നിങ്ങൾക്കറിയാമോ? എന്തൊക്കെ രീതിയിലുള്ള മെസ്സേജാണ് എനിക്ക് അയച്ചിരിക്കുന്നതിന് മുന്നേന്ന് എനിക്കറിയാം. ഇനി ആ മെസ്സേജ് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്തത്. ഞാൻ മെസ്സേജ് പുറത്തു വിടുമെന്നായിരിക്കും. ആദ്യം എന്താ പറഞ്ഞിരുന്നേ? ഞാൻ ഈ ഫിറോസ്‌ക്കായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വീട് പണിയുന്ന കാലഘട്ടത്തിലാണെങ്കിലും എന്റെ പപ്പയായിട്ടാണ് വിളിച്ചിരുന്നത്. ഞങ്ങളായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു വാട്സാപ്പിലും മെസ്സേജ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആൾ ഇപ്പൊ പറയുന്നത് എന്താണ്? ഫിറോസ് കേട്ട് ഫിറോസ്‌ക്കാക്ക് അറിയാലോ, നന്നായിട്ട് അറിയാലോ എനിക്ക് ഏത് രീതിയിലാണ് മെസ്സേജ് അയച്ചതെന്നും എങ്ങനെയാണ് നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധമെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അയക്കുന്നത്. ഏത് തരത്തിലുള്ള ബന്ധമാണ്? അപ്പൊ നമ്മളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ട് തരുന്ന സംഭവങ്ങളാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ശരിക്കും ബിഷപ്പ് അയച്ച നോട്ടീസ് ഇന്നലെ കൈപ്പറ്റിയിട്ടേ ഉള്ളൂ രേണുസുതി. പക്ഷെ അതിന് മുന്നേ വ്ളോഗേഴ്സ് ഇട്ട് അലക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വന്ന് തെറിവിളി ഉണ്ടായിരുന്നത്. എന്തിനാണ് ഈ രേണുസുതി ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും കൈപ്പറ്റി നിങ്ങൾ മിണ്ടാതെ നിങ്ങളുടെ ജോലി നോക്കി നിങ്ങൾ നടക്കൂ. അപ്പൊ നിങ്ങൾ ആരും വിമർശിക്കില്ല. നിങ്ങൾക്ക് സ്ഥലം തന്ന വ്യക്തിയെ നിങ്ങൾ വിമർശിച്ചു. വിമർശിക്കുക എന്ന് പോട്ടെ, ക്രിറ്റിസൈസ് ചെയ്യാം ആരെ വേണമെങ്കിലും. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ പറയാത്തതായി വേറെ ഒന്നുമില്ല. ആ ഒരു ബിഷപ്പിനെ നിങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ അവഹേളിച്ചത്? നമുക്കിതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം കേട്ടോ. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. അപ്പൊ ബിഷപ്പ് അയച്ച നോട്ടീസ് കൈപ്പറ്റി തിരിച്ചു വരുമ്പോ ഓട്ടോയിൽ ഇരുന്ന ഒരു വോയിസ് ആള് പുറത്തു വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ്. ഓക്കെ, ഇപ്പോഴാണ് ഇന്ന് എത്രാം തീയതി ആയിട്ട് വെച്ച് ഇന്ന് 24അല്ലേ ചേട്ടാ? നല്ല ആളോടാ ചോദിച്ചത്. ഇന്ന് 23-ാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രേ അടച്ച് തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്ന് വായിച്ചിട്ടില്ല. ഇത് കുറെ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇത് ബിഷപ്പ് അയച്ചു കൊടുത്തതാണോ എന്നറിയത്തില്ല, നേരത്തെ നമുക്കറിയില്ല. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ്. ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം. ബ്ലോഗർമാർക്ക് തന്നെയാണ് കൊടുത്തത്. ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തായിരിക്കും. എന്നിട്ടാണ് എനിക്ക് അയച്ചു തന്നെന്ന് തോന്നുന്നത്. കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ സുധി ലയത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാരിട്ട് അലക്കുന്ന കണ്ട്. എന്തായാലും എനിവേ ഞാനിത് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് വായിക്കട്ടെ. അപ്പം ബൈ. അപ്പം എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഏത് ബ്ലോഗർക്കാണോ ഇദ്ദേഹം കൊടുത്തത് എനിക്കറിയില്ല. ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ബ്ലോഗർമാരുടെ കയ്യിലായിരുന്നു ഇതെല്ലാം കൊടുത്തേക്കുന്നത് നേരത്തെ. ഈ സാധനം എനിക്കിപ്പോ കിട്ടിയതല്ലോ, പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ. അപ്പൊ ബൈ. ഞാൻ ഹാപ്പിയാണ്, ഐ എം സോ ഹാപ്പി. എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല, ഞാൻ പെട്ടിട്ടുമില്ല. ഓക്കെ, എന്ത് അഹങ്കാരമാണ് രേണുസുതി ഇത്? ഒരു ബിഷപ്പിനെയല്ലേ ഈ പറയുന്നത് നിങ്ങള്? അതും വെറുതെ നിൽക്കുന്ന ഒരു ബിഷപ്പല്ല, ഒരു പുരോഹിതനാണ്. അതിനും അപ്പുറം നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് അന്തി ഉറങ്ങി നിങ്ങൾ ടോയ്ലറ്റിൽ പോയി ജീവിക്കുന്ന ആ വീടുണ്ടല്ലോ, ആ വീട് അവിടെ പണിതിരിക്കുന്നത് അയാളുടെ മണ്ണിലാണ്, അദ്ദേഹത്തിന്റെ മണ്ണിലാണ്. പിന്നെ എന്തിനാണ് ആ പുരോഹിതനെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന അപ്പുറത്തിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ രണ്ടുപേരിരിക്കുന്ന ഒരു ചേച്ചിയും അനിയത്തിയും കൂടെ ഇരിക്കുന്നത്, ഈ അപ്പുറത്തിരിക്കുന്ന ചേച്ചി പോലും അവിടെ ചേച്ചിയുടെ മക്കളും അവിടെ താമസിക്കുന്നത് എങ്ങനെയാണ്? ചേച്ചി വാടക വീട്ടിലാന്നാ പറയുന്നത്. വാടക വീട്ടിൽ തന്നെയാണ്. പക്ഷെ അവര് അന്തി ഉറങ്ങുന്നതും കളിക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഈ വീട്ടിലാണ്. അവിടെ വെറുതെ ഇവര് ഭർത്താവ് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം പോകുന്ന സ്ഥലമാണ് ഇവര്. അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് ഈ പുരോഹിതനെ കുറ്റം പറയുന്നത്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? ബിഷപ്പിനെ ബിഷപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിശപ്പ് എന്നാ കേട്ടത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. കളിയാക്കിയെ കൊണ്ട് പറയുന്നത് ഒരു സ്ത്രീ പറയുന്നതാണ്. അവരുടെ സ്ഥലത്ത് കിടന്നുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ വിഷപ്പാമ്പ് പോട്ടെ, അതൊക്കെ പോട്ടെ. മുലക്കച്ച കെട്ടി ഇറങ്ങും ബിഷപ്പ് എന്നാണ് പറയുന്നത്. മുലക്കച്ച അദ്ദേഹത്തിന്റെ പുരോഹിതനായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ വസ്ത്രധാരണമാണ്. മുലക്കച്ചെങ്കിലും കെട്ടി ഇറങ്ങുന്നുണ്ടല്ലോ. ഈ പറയുന്ന രേണുസുതിയോ എന്ത് വേഷത്തിലാ ഇറങ്ങുന്നത്?
ഇപ്പൊ തന്നെ അടുത്തൊരു പയ്യൻ വന്നിരുന്നല്ലോ, രേണുസുതി എക്സ്പോസ് ചെയ്യണ വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ. അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആള് ഡിമാൻഡ് ചെയ്തുകൊണ്ട് മേടിക്കുന്ന പറയുന്നത്. പൊക്കിള് കാണിക്കണം, തൊട കാണിക്കണം, വയറ് കാണിക്കണം, കൈ കാണിക്കണം, കാല് കാണിക്കണം, എല്ലാം കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ആള് ചോദിച്ചുകൊണ്ട് മേടിക്കും. അതാണ് രേണുസുതി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതൊന്നുമല്ല ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം മുലക്കച്ച കെട്ടിന്ന് വരുന്നുണ്ടല്ലോ, നല്ല വസ്ത്രധാരണത്തോടെ ഇദ്ദേഹം വരുന്നത്. പിന്നെന്താ, എന്നെ ഒന്നൊരു ചൊക്കും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്താണ്, അയാൾക്ക് കുറെ പെണ്ണുകുട്ടികളുണ്ട്. ആർക്ക്? ബിഷപ്പിന്. വോയിസ് ഉണ്ട് പോലും. ആയിക്കോട്ടെ, അത് അയാൾ സഹിച്ചു, അയാൾ നോക്കിക്കോളും. എന്തിനാണ് ഒരു പുരോഹിതനെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തിനും പറയുന്നത്? എനിക്കൊരു പണിയും അയാളെ കൊണ്ട് തരാൻ കഴിയുകയില്ല. എന്റെ പേരിലല്ല തന്നിരിക്കുന്നത്. ഞാനൊരു ഗാർഡിയൻ മാത്രമാണ്. എന്റെ മകനെ നോക്കുന്ന ഒരു ഗാർഡിയൻ മാത്രമാണ്. ഒന്നാമത് ഈ സെലിബ്രിറ്റീസ് ഒക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരുപാട് പേര് അങ്ങോട്ട് രംഗത്ത് വരും. എന്നാൽ അർഹതപ്പെട്ടവർക്ക് ആരും കൊടുക്കാനുമില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഈ സുധി മരിച്ചപ്പോ ഒരുപാട് പേര് വന്ന് വീട് വെച്ച് കൊടുക്കാൻ ആൾക്കാര്, സ്ഥലം കൊടുക്കാൻ ഒരുപാട് ആൾക്കാര്, ചാനൽ വരെ ഇറങ്ങി തിരിച്ചു ഇതിന് വേണ്ടിയിട്ട്. സുധി വർക്ക് ചെയ്തിരുന്ന ചാനൽ തന്നെയാണ്, ശരി തന്നെയാണ്. അങ്ങനെ ഇറങ്ങി തിരിച്ചു. ശരിക്കും പാവങ്ങളെ കണ്ടെത്തി കൊടുക്കണമായിരുന്നു. ശരിക്കും രേണുസുധിക്ക് ഒരു ജോലിയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. ജോലി കൊടുക്കാൻ കുറെ പേര് നോക്കിയെന്ന് പറയുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഒക്കെയാണ് കൊടുക്കാൻ നോക്കിയത്. അപ്പൊ ആൾക്ക് അക്കൗണ്ടൻസി അറിയില്ല, അക്കൗണ്ടിങ് ആയിട്ട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് ആ ജോലി വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്നത്. ആ പഠിച്ച ആ മേഖലയിലുള്ള ഒരു ജോലി കൊടുത്ത് സഹായിക്കുക, അങ്ങനെയാണ് ഇത്രയും നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറെ പേര് കൂടിയിട്ട് ഒരു വലിയൊരു വീട് വെച്ച് കൊടുക്കുക, പിന്നെ സ്ഥലം കൊടുക്കുക, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ഇപ്പൊ അവരെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ. കൊടുക്കണം എന്നുള്ളവർ, സ്വന്തം കയ്യിൽ മുതൽ കൊടുക്കണം എന്നുള്ളവർ അനുയോജ്യരായ ആൾക്കാരെ ഓരോ സ്ഥലത്ത് കണ്ടുപിടിച്ച്, അതായത് ആരോഗ്യസ്ഥിതി മോശമായിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്നവരും വയസ്സായവരും, അതുപോലെ കൊച്ചു കൊച്ചു മക്കളുള്ളവരും ആരും നോക്കാനില്ലാത്തവരുമായിട്ടുള്ളവരെയാണ്. ഇവരെ നോക്കാൻ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. ഇവർക്ക് ജോലിക്ക് വേണമെങ്കിൽ ഇറങ്ങി പോവാം. അങ്ങനെയുള്ള സാഹചര്യം ഇരിക്കെ ഇവർക്ക് ഇത്രയും വലിയ മണിമാളിക കെട്ടിക്കൊടുത്ത്, അതിനുള്ളിലത്തെ എല്ലാ ഫർണിച്ചേഴ്സും കൊടുത്ത്, ചുറ്റും മതിലും കെട്ടിക്കൊടുത്ത്, ഇവർക്ക് 8-9 സെന്റ് ഭൂമിയും കൊടുത്ത്, ഇവരങ്ങടെ പ്രൊട്ടക്ഷനിലാണ് കൊണ്ടാക്കി. പിന്നെ മാസം മാസം ചെലവിന് കൊടുക്കാൻ വേറൊരു വ്യക്തിയും, ലക്ഷ്മി നക്ഷത്രയും. ഇത്രയും ആയപ്പോ പിന്നെ ഇവർക്ക് അഹങ്കാരം കൂടാതിരിക്കുവോ? പിന്നെ ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വിളിക്കലായി, ഓരോന്നിന് വിളിക്കലായി, എക്സ്പോസ് ചെയ്ത് തുടങ്ങി. ഇതാണ് ഇവരുടെ അഹങ്കാരം തലയ്ക്ക് കയറിയത്. ഇങ്ങനെയുള്ളവരെല്ലാം നമ്മൾ സഹായിക്കുന്നത്. ഒരു പ്രദേശം, ഏതെങ്കിലും ഒരു പ്രദേശം കണ്ടെത്തി, ഏത് പ്രദേശത്തും കുറേ പേര് ഇതുപോലുള്ളവർ അനുഭവിക്കുന്നവരുണ്ട്. ഒരു പ്രദേശം കണ്ടെത്തി ആ പ്രദേശത്തെ ഏറ്റവും അനുയോജ്യനായ ഒരു വീട്ടിൽ കയറി നോക്കി അവർക്ക് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് സഹായിക്കുക. അല്ലാതെ ഇതേപോലെ ആരും സഹായിക്കാൻ, സെലിബ്രിറ്റി മരിച്ചു, ഞാൻ അവർക്ക് ദാ വീടായി, സ്വത്തായി, പണാക്കി, ബാങ്കിൽ ഡെപ്പോസിറ്റ് വരെ ഇട്ട് കൊടുക്കാൻ ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് അത് ചെയ്തത്? ഇവര് വായിലിരിക്കുന്നത് ഇത് മുഴുവൻ കേൾക്കാനോ? ഈ പച്ചത്തറി മുഴുവൻ കേൾക്കാനോ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് സ്വന്തമായിട്ട് മാനേജറുണ്ട്, എനിക്കിപ്പോ ഒരു ടെൻഷനും ഇല്ല. ഫ്ലൈറ്റിൽ ഞാൻ കുറെ വട്ടം പോയിട്ടുണ്ട്. ഫ്ലൈറ്റ് വരെ കാണാത്തവരാണ് എന്നെ കുറ്റം പറയുന്നത്. ഇതൊക്കെ ഈ രേണുസുതി ഈ ഫ്ലൈറ്റ് ഒക്കെ കണ്ടു തുടങ്ങിയത് എന്നാണ്? സാധാരണക്കാരൊന്നും ഈ ഫ്ലൈറ്റിൽ പോയ ആൾക്കാരൊന്നും അല്ല. അവരെ ഒന്നും അങ്ങനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യകത രേണുസുതിക്കില്ല. ഇനി മരിച്ച ദീപകിനെ കുറിച്ചിട്ട് പറഞ്ഞത്, ആള് ഈ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അതായത് ഇപ്പൊ ആള് ചോദിച്ചത് എന്താ, ഇപ്പൊ തന്നെ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടൊരു സംഭവം അല്ലേ, അതിലിപ്പോ അപ്പൊ ഇവര് കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അവര് പറഞ്ഞു ഇങ്ങനെ ദീപക് മരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ അതിന് അഭിപ്രായം പറഞ്ഞത് എന്താണ്, അതായത് ദീപക് മരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അയാൾ തെറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അയാൾ മരിച്ചിട്ടുണ്ടാവുക. തെറ്റ് ചെയ്തെങ്കിൽ അയാൾക്ക് അങ്ങനെ മരിക്കേണ്ട ആവശ്യകതയില്ലല്ലോ. അപ്പൊ അയാൾ ശരിക്കും പാവമായിരിക്കാം എന്നാണ് ആൾക്ക് കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒരു സംഭവം സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നോ അതിനെക്കുറിച്ച് ബോധേഡായിട്ട് പോലും ആളില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ വന്നിട്ട് പറയുന്നത് എന്താണ്, ഈ ഫിറോസ്ക്ക എന്ന് പറയുന്ന ഒരാള് എന്റെ തന്തയെയും എന്നെയും നാറിയും ചെറ്റിയുമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. നാണമുണ്ടോ ഫിറോസേ, ഫിറോസ്ക്ക എന്നാണ് പറയുന്നത്. ശരിയാണ്, നാണമില്ല ഫിറോസ്ക്കാക്ക്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കാൻ നാണമുണ്ടോ ഫിറോസ്ക്ക? അതെനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും ഈ ഫിറോസ് എന്ന് പറയുന്ന ആള് ശരിക്കും അദ്ദേഹത്തിന്റെ നെല്ലിപ്പലക, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോ അത്രയും വിളിച്ചിട്ടുണ്ടാവുക, ഈ നാറി ചെറ്റാന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവുക. അല്ലാതെ അദ്ദേഹം അങ്ങനെ വിളിക്കുന്ന ഒരാളായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടേ ഇല്ല. കാരണം കയ്യിലിരിക്കുന്ന എല്ലാ സാധനവും പോവുകയും ചെയ്തു. ലാസ്റ്റ് എന്തായി, ഫിറോസിന്റെ ബിസിനസ്സും തകർത്ത് തരിപ്പണമാക്കി. വീണ്ടും വീണ്ടും ഡെയിലി ഡെയിലി ഫിറോസ് ഖാനെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ ബിഷപ്പിനെ തെറി വിളിക്കുകയും കൂട്ടുകാരികളുമായിട്ട് കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുക ഓരോരുത്തര്.
സെലിബ്രിറ്റിയാണ്, ഞാൻ സെലിബ്രിറ്റിയാണെന്ന് സ്വന്തമായി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു അഹങ്കാരമാണ്! എങ്ങനെയാണ് സഹിക്കുക ഇതിനെയൊക്കെ? ഈ സെലിബ്രിറ്റിക്ക് തീരാൻ ഒരു നിമിഷം മതി കേട്ടോ. ഇനി ഒരു കമന്റ് ഇതിനെതിരെ മോശം കമന്റ് ആരോ ഇട്ടു. തെറിയൊന്നല്ല, ഒരു മോശം കമന്റ് ഇട്ടു. അതിനെന്താ പറഞ്ഞത്? ഇവരുടെയൊക്കെ സംസ്കാരത്തിന് ഞാനൊരു കാര്യം ചെയ്തു തരാം. എന്റെ മുഖത്ത് രോമം പിഴുതെടുക്കുക. എനിക്ക് ഇതിന്റെ വിലയില്ലാന്ന്. മുഖത്തെ രോമം പിഴുതെടുത്തുകൊണ്ട് പറയാണ്, എനിക്ക് ഇതിന്റെ വില പോലും ഇല്ല നിങ്ങളുടെ ഈ കമന്റ്. എന്നിട്ട് പറയാം എന്റെ മുഖത്ത് രോമമില്ല അതുകൊണ്ട് അവിടുന്ന് പിഴിയാൻ പറ്റുന്നില്ല. കൈ പിഴുതെടുക്കുന്നു. കയ്യിന്ന് രോമം പിഴുതെടുക്കുന്നു. ഇതാണോ സെലിബ്രിറ്റികൾ ചെയ്യുന്നത്? ഞാൻ ആരും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ചെയ്യുന്നത്. രോമം പിഴുതെറിഞ്ഞുകൊണ്ട് സെലിബ്രിറ്റികളൊന്നും ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു കഥാപാത്രങ്ങളാണ് ഈ സെലിബ്രിറ്റികൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ അവരെ നല്ല രീതിയിൽ നയിക്കാനൊക്കെ രീതിയിൽ സെലിബ്രിറ്റികൾ നോക്കും. ഇതെന്താണ് രോമം പിഴുത് കൊടുക്കുകയൊക്കെയാണോ സെലിബ്രിറ്റികൾ ചെയ്യുന്നത്? ഇതിനൊന്നും സെലിബ്രിറ്റി എന്നല്ല പറയാ. അത്ര തറ ലെവല് എന്ന് തന്നെയാണ് പറയാ. ഈ ബോഡി ലാംഗ്വേജും സംസാരിക്കുമ്പോഴുള്ള ബോഡി ലാംഗ്വേജും വായ തുറന്നാലുണ്ടാകുന്ന ആ സംഭാഷണവും ഇതൊക്കെ ശരിക്കും തറ തത്തറ. ഇത് തന്നെയാണ് ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന് എന്താ പറയാ? ഫിറോസ് കാക്ക് നല്ല പണി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു വോയിസ് ഞാൻ വെക്കാം. അതിന്റെ പിന്നാലെ എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്? നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം. മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായി മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ. അതെ, കേട്ടില്ലേ? ഫിറോസ് ഖാനെ ശരിക്കും ഭീഷണിപ്പെടുത്തുന്ന സ്വരമാണ് ഈ കേട്ടത്. നിങ്ങളുടെ മെസ്സേജുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇപ്പോഴല്ലേ ഞാൻ നാറിയും ചെറ്റിയുമായത്? ഇതിന് മുന്നേ ഇങ്ങനെയായിരുന്നല്ലോ, ഞാൻ ചക്രയും പൊന്നും അല്ലേ ആയിരുന്നത്. അപ്പൊ അതിന് മുന്നേ ഇവരെന്താണ് മെസ്സേജ് അയച്ചത് എന്നുള്ള ലെവലിൽ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പൊ ഇവിടെ രേണുസുതി പറഞ്ഞു നിർത്തുന്നത്. ഇനി ആ മെസ്സേജുകളൊക്കെ എന്റെ കയ്യിലുണ്ട്, അധികം ഇനി കളിക്കാൻ വരണ്ട, വന്നു കഴിഞ്ഞാൽ അതൊക്കെ പുറത്തേക്ക് ഇറക്കും എന്നുള്ള ലെവലിലാണ് രേണുസുതി അവസാനമായി പറഞ്ഞു നിർത്തുന്നത്. അപ്പൊ ഇതൊരു ഭീഷണിയുടെ സ്വരമല്ലേ ശരിക്ക്? തന്നെയാണ്. ഇനി ആൾക്ക് ഈ ബിഷപ്പ് അയച്ചു കൊടുത്ത ഈ സാധനം കിട്ടുന്നതിനേക്കാൾ മുന്നേ വ്ളോഗേഴ്സിന് കിട്ടിയെന്നാ പറയുന്നത്. അപ്പൊ ഈ വ്ളോഗേഴ്സിന് കിട്ടണമെങ്കിൽ ബിഷപ്പ് അയച്ചു കൊടുത്തിട്ടാണ്. ഇപ്പൊ വ്ളോഗേഴ്സായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ബിഷപ്പ്. എന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഉണ്ടായിക്കോട്ടെ, വ്ളോഗേഴ്സായിട്ട് അദ്ദേഹത്തിന് ബന്ധം ഉണ്ടെങ്കിൽ എന്താ തെറ്റാണോ വ്ളോഗേഴ്സായിട്ട് ബന്ധമുള്ളത്? ഒരു സമൂഹത്തില് ഒരു പുരോഹിതന് മറ്റുള്ള വ്ളോഗേഴ്സായിട്ട് ബന്ധമുള്ളത് തെറ്റാണോ? അതൊക്കെ രേണുസുതി പറഞ്ഞിട്ട് വേണോ? രേണുസുതിക്ക് എത്ര വ്ളോഗേഴ്സും എത്ര മീഡിയാസുമായിട്ട് ബന്ധമുണ്ട്, എത്ര ജനങ്ങളായിട്ട് ബന്ധമുണ്ട്. ഇദ്ദേഹം അങ്ങനെയൊന്നുമല്ല, വേൾഡ് ലെവലുള്ള ആളാണ്. ഓ, രേണുസുതി അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കെ. അത് ഞാൻ മറന്നുപോയിട്ടോ. ആ കാര്യം ഞാൻ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ ഡെയിലി ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഫിറോസ് ഖാന് എതിരെയുള്ള മെസ്സേജസ് ആണ് ഇനി വരാൻ പോകുന്നത്. ഫിറോസക്കയും രേണുസുതിയും തമ്മിൽ ചാറ്റ് ചെയ്ത മെസ്സേജ് പുറത്തു വരാൻ പോകുന്നു. അതിനുള്ള ധ്വനിയാണ് ഇപ്പൊ നമ്മുടെ രേണുസുതി ഫിറോസ് ഖാക്ക് കൊടുത്തത്. ഞാൻ അധികം ഇളകണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ അതുകൂടി പുറത്തു വിടും, ഞാൻ അതുകൂടി ബാക്കിയുള്ളൂ, ഞങ്ങൾ അതുകൂടി ഒന്ന് കാണട്ടെ. ഇനി അത് എന്റെ മൊബൈലിലുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയും ഫിറോസ്ക്കൊന്നും പറയാൻ നിൽക്കണ്ട. ചെറ്റേ നാറി എന്ന് വിളിച്ചപ്പോഴാണ് ആൾക്ക് ഇളകിയത്. ഇത്ര നാൾ എന്നെ ചക്കരെ പൊന്നെ എന്ന് വിളിച്ചിട്ട് എന്തുകൊണ്ട് ഫിറോസ്ക്ക് എന്നെ ചെറ്റേ നാറി എന്ന് വിളിക്കുന്നു? ഇതായിരിക്കും വേണമെങ്കിൽ ആൾ ഉദ്ദേശിക്കുന്നത്. അതല്ല ധ്വനി, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതല്ലേ തോന്നുന്നേ? ഇപ്പോഴാണോ ഞാൻ ചെറ്റേ നാറി ആയത്? ഇതിന് മുന്നേ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചത് ഓർമ്മയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ധ്വനി എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാണാം എന്താണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. വെച്ചാൽ എന്താ ആൾക്ക് എന്തായാലും സോഷ്യൽ മീഡിയ കത്തിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഇട്ട് തന്നേ പറ്റൂ. ഗർഭം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഫിറോസുമായിട്ടുള്ള ചാറ്റിംഗ് ആണ് നെക്സ്റ്റ് ആളുടെ തുറുപ്പ് ചീട്ട്. അത് നമുക്ക് കാണാം ട്ടോ. ഓക്കെ, താങ്ക് യു.